അപകടത്തെ തുടർന്ന് വണ്ടിക്കടിയിൽപ്പെട്ട സ്കൂട്ടറുമായി ടോറസ് ലോറി ഓടിയത് 8 കിലോമീറ്റർ ദൂരം. പാല ബൈപ്പാസിലാണ് സംഭവം. സ്കൂട്ടറുമായി നിർത്താതെ പോയ ലോറി മരങ്ങാട്ടുപള്ളിക്ക് സമീപമാണ് ഇടിച്ചു നിന്നത്. അപകടശേഷം ഇറങ്ങിയോടിയ ഡ്രൈവറെ പിടികൂടാനായില്ല. ഇയാൾ മദ്യപിച്ചിരുന്നതായി പോലീസ് അറിയിച്ചു. ഷിനോജ് എസ് ടി വിവരങ്ങളുമായി ചേരുകയാണ്. ഷിനോജ്, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? ഈ വണ്ടിക്ക് നിയന്ത്രണം ഇല്ലാത്തത് കൊണ്ട് മുന്നോട്ട് പോകേണ്ടി വന്നതാണോ, അതോ അറിഞ്ഞുകൊണ്ട് ഈ വാഹനവും വലിച്ചുകൊണ്ട് പോയതാണോ? മാധവ്, ഇന്നലെ രാത്രി 11:30-ക്കാണ് ഈ സംഭവം നടക്കുന്നത്. പാലാ ബൈപ്പാസിൽ റോഡരികിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മേവട സ്വദേശികളായിട്ടുള്ള അലൻ കുര്യൻ, നോബി എന്നിവർ, ഈ രണ്ട് ചെറുപ്പക്കാർ. ഈ ലോറി ഈ ചെറുപ്പക്കാരുടെയും അതുപോലെ തന്നെ ഇവരുടെ സ്കൂട്ടറിൻ്റെയും ദേഹത്ത് ഇടിച്ച് കയറുകയായിരുന്നു. അതിനുശേഷം ഇവരുടെ സ്കൂട്ടർ ഈ ലോറിക്കടിയിൽ കുടുങ്ങി. ഇത് കണ്ടിട്ടും ഇവരെ ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം ഈ ലോറി സ്കൂട്ടറുമായി ലോറിക്കടിയിൽ കുടുങ്ങിയ ഈ സ്കൂട്ടറുമായി ഏകദേശം 8 കിലോമീറ്ററോളം ദൂരം നിർത്താതെ പോവുകയായിരുന്നു. എന്തായാലും ഈ റോഡിൽ ഈ കുടുങ്ങിയ ശേഷം ഈ സ്കൂട്ടർ റോഡുമായി ഉരസി തീപ്പൊരിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് നിർത്താൻ ഈ ലോറി ഡ്രൈവർ തയ്യാറായില്ല. ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. മാത്രമല്ല, ഈ ലോറിയിൽ നിന്ന് മദ്യക്കുപ്പിയും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഛർദിലിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ പോലീസ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഈ മരങ്ങാട്ടുപള്ളി, ഏകദേശം പാലായിൽ നിന്ന് ഈ അപകടം നടക്കുന്ന സ്ഥലത്ത് നിന്ന് 8 കിലോമീറ്ററിന് ശേഷം മരങ്ങാട്ടുപള്ളിയിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് ഈ വാഹനം കൊണ്ടുചെന്ന് നിർത്തിയത്. അതിനുശേഷം ഇയാൾ ഇവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. എന്തായാലും ഇയാളെ പിടികൂടാൻ, ലോറി ഡ്രൈവറെ പിടികൂടാൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ആലുവ രജിസ്ട്രേഷനുള്ള വണ്ടിയാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്ന വിവരമെന്ന് പറയുന്നത്. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ അടിസ്ഥാനമാക്കിയാണ് ഈ തെരച്ചിൽ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ഈ പരിക്കേറ്റുള്ള അലൻ കുര്യൻ അതുപോലെ തന്നെ നോബി, ഈ രണ്ടുപേരുടെയും പരിക്ക് വളരെ ഗുരുതരമാണ്. ഇവർ രണ്ടുപേരും ചെറുപ്പങ്കലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇന്നലെ രാത്രി 11:30-ക്ക് പാലാ ബൈപ്പാസിലാണ് ഇത്തരത്തിൽ ഒരു അപകടം നടന്നത്. ഷിനോജ് എസ് ടി ആണ് വിവരങ്ങൾ നൽകിയത്.